ഇനി കൃഷ്ണൻ നമുക്ക് പോകേണ്ടത് മറ്റു ചില പെൺപുലികൾ ഇവിടെ ഉണ്ട്. അതിന് മുന്നോടിയായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ശബ്ദങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരാൾ നമ്മുടെ PCR-ലുണ്ട്. പിണങ്ങിയിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട്. വിനീത് എന്ന നമ്മുടെ ഓഡിയോ എഞ്ചിനീയർ ഇപ്പൊ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്റെ പേര് കൃത്യമായി പറയണമെന്ന്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ആരോടും പറയരുതെന്ന് എന്തായാലും കലോത്സവ വേദിയിൽ ഇനി വിനീതിന്റെ പേര് മുഴങ്ങി കേട്ടിട്ടുണ്ട്. ഇനി യാതൊരു പരിഭവത്തിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് പോകണേ. ഏതാണ് സ്കൂള്? തിരുവനന്തപുരത്തിന്റെ പെൺപുലികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്ത് ദൗത്യത്തിനാണ്? ഡ്യൂട്ടി ശരി, NSS വോളണ്ടിയേഴ്സ് ആയിട്ട് എത്തിയിട്ടുള്ള പെൺപുലികളാണ്. നമുക്കറിയാം ഇവിടെ കുറെ നിയന്ത്രണങ്ങളൊക്കെ ചെയ്തൊന്ന് സ്റ്റാർ ആയിട്ടൊക്കെ നിൽക്കുമായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ. ഈ 4 അല്ലേ, ഇതിപ്പോ 5ാമത്തെ ദിവസമാണ്. ഈ 4 ദിവസത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഇന്നാണ് വന്നത്, ഇവര് ഇന്ന് വേണ്ടായിരുന്നു. ഇന്നാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഇട്ടത്. ശരി, എന്തായാലും വോളണ്ടിയേഴ്സ് ആയിരുന്നു, അതിന്റെ ഒരു സീരിയസ്നെസ് എല്ലാം ഇത്രയും ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി നമുക്ക് അവസാനത്തെ ദിവസമാണ്. ഇനി നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ദിവസമാണ്. ഒരു പാട്ടാകാം അല്ലേ കൃഷ്ണൻ? കേൾക്കാമോ? പാട്ടാകാം അല്ലേ? ഞാൻ വേറൊരു അത്യാവശ്യമായി പ്രശാന്ത് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. ഏതായാലും ഈ നോക്കൂ, ഈ പാടുക, പിന്നീട് മത്സരവേദികളിൽ നമ്മുടെ ഫ്രെയിമിലേക്ക് ഓടി കയറുകയാണ് ചിലരൊക്കെ. ഇവരുടെ കൂട്ടുകാരാണെന്ന് തോന്നുന്നു. എന്താണ്, എവിടെ നിന്നാണ് വരുന്നത് ഇത്രയും ഓടി? ശരി, എന്തായാലും നമുക്ക് അവരുടെ ഒരു അങ്ങോട്ട് പോകുമ്പോഴാണ് ഓടേണ്ടത്. അതെ, ഇങ്ങോട്ട് വരുമ്പോ ഓടിയാണ് വന്നത്. ക്യാമറ കണ്ടപ്പോ ഓടിയതാണ്. ഉത്തരങ്ങൾ ഷാർപ്പാണ്. അതെ, അതുകൊണ്ടാണ് ഇവർ മികച്ച സംഘാടകരാണ്. നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് പെർഫോമൻസിലേക്ക് കടക്കാം. ഇന്നൊരു പാട്ടാകാമല്ലോ അല്ലേ? എല്ലാവർക്കും ഒരു പാട്ടാകാം. ശരി. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലത്തുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങു പതുങ്ങിയല്ലോ, തരക്കൊരുത്തുള്ളൊരാ ചെലത്തും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. സൂപ്പർ. നമുക്ക് ഒരാളെ കൂടി ഒരു വേദിയിലോട്ട് വിളിക്കണം. ഇവരുടെ അധ്യാപകനാണെന്ന് തോന്നുന്നു. പേരെന്തായിരുന്നു? സർ, അജിൻ സർ ഓടി വരൂ. സാറ് മുങ്ങിയതാണ്, പക്ഷെ സാറിനെ നമ്മൾ പോക്കി. സാർ, എങ്ങനെയുണ്ട് കുട്ടികളുടെ പ്രകടനം? നല്ല പ്രകടനമാണ് പിള്ളേരെ. സാറേ, ഇങ്ങനെ ഉള്ളിലോട്ടൊരു വലി വലിച്ചു. നല്ല പ്രകടനമാണെന്ന് പറഞ്ഞത്. ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, പങ്കെടുക്കുന്നതിലും അല്ലെങ്കിൽ മത്സരിക്കുന്നതിലും ഏതെങ്കിലും ഒരു ഇനത്തിൽ സ്പെഷ്യലായിട്ട് വരുന്നതിനേക്കാൾ വലുതാണ് സംഘടിപ്പിക്കുക എന്നത്, നിയന്ത്രിക്കുക എന്നത്. അതിൽ ഇവർ വിജയിച്ചോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും. ശരി, അപ്പൊ സാറിനെ നിർത്തിക്കൊണ്ട് നമുക്കൊരു ഫാസ്റ്റ് നമ്പർ സോങ് അല്ലെ, ഒരു അടിച്ചുപൊളി സോങ്ങിലേക്ക് നമുക്ക് കടക്കാം. സാറിന്റെ വീട്ടിലെ കല്യാണം, കാക്ക വിളമ്പും ഉപ്പേരി, പൂച്ച വിളമ്പും പുളിശ്ശേരി, ആന വിളമ്പും ചമ്മന്തി. സാറ് വിചാരിച്ചാണ് വരണ്ടായിരുന്നു. ഞാൻ ഈ ഇങ്ങനെ നേരത്തെ ദേവിക 3-4 വട്ടം പെൺപുലികളെന്ന് പറഞ്ഞു. ഇത്രയും വലിയ പുലികളാണെന്ന് കരുതിയില്ല. പക്ഷേ അങ്ങനെ തന്നെയാണ്. നമുക്ക് എപ്പോഴും പെൺകുട്ടികളും ആൺകുട്ടികളും എന്നുള്ള വ്യത്യാസമില്ല, എല്ലാവരും പുലികളാണ്. പക്ഷെ നമ്മൾ പെൺകുട്ടികളെ കുറച്ചുകൂടിയല്ലേ പാവമാണെന്നൊരു ഇമേജ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇമേജ് ഒക്കെ നമ്മൾ മാറ്റി മറിക്കുന്നുണ്ടല്ലേ? ശരി, സാറിന് മതിയായില്ലേ? മതിയായി, ധാരാളം. നല്ല കുട്ടികളാണെന്ന് പറഞ്ഞ് പറയുന്നത് നല്ല കുട്ടികളാണ്. നിങ്ങൾ കിടിലമാണ്. അതെ, നിങ്ങള് നയിക്കാൻ ശേഷിയുള്ളവരാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കാൻ പറ്റുമോ? മാത്രമല്ല, ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടൊരു അധ്യാപകനെ കൂടി നിങ്ങൾക്ക് കിട്ടിയില്ല. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്.